നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ അതിന് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? മതിതേ, നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞല്ലോ. ബാക്കിയൊക്കെ അച്ഛൻ തീരുമാനിക്കട്ടെ. നീ മിണ്ടാതിരിക്കെ. അച്ഛാ, ദയ ഒരു എടുത്തുചാട്ടക്കാരിയാണെന്ന് അച്ഛൻ അറിയാലോ. അച്ഛൻ ശബരിയെ വിളിച്ച് എന്താ സംഭവം എന്ന് അന്വേഷിച്ച് എന്ത് തീരുമാനം എടുത്താലും ദയ അതനുസരിച്ചോളും. തീരുമാനമൊക്കെ അവിടെ ചെന്നിട്ടാവാം. ഞാൻ മഞ്ചാടി കോളേജ് കൊണ്ടുവിടാൻ പോകുമ്പോ ദേ നീയും കൂടി ഞങ്ങളോടൊപ്പം വരണം. എനിക്ക് വയ്യാതെ കിടക്കുന്ന രാമനാഥനെ ഒന്ന് കാണണം. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് അവിടെ വെച്ച് സംസാരിച്ച് തീർക്കാം. ഇല്ലച്ച, എനിക്കൊരു വിലയും തരാത്ത ആ വീട്ടിലേക്ക് ഞാൻ ഇനി തിരിച്ചു പോകുമെന്ന് ആരും കരുതണ്ട. ഒന്നുകിൽ ശബരിയേട്ടൻ വേറൊരു വീട്ടിലേക്ക് മാറണം, അല്ലെങ്കിൽ ശബരിയേട്ടൻ ഇവിടെ വന്ന് താമസിക്കട്ടെ. എങ്കിൽ മാത്രം ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു ജീവിതം ഇനി ഉണ്ടാവും. എന്തൊരു അഹങ്കാരം അവക്ക്! ഇതിങ്ങനെ വകവെച്ചു കൊടുത്താൽ പറ്റില്ലച്ച. അമ്പിളി വേണ്ട, ഉപദേശിക്കാനേ നമുക്ക് അവകാശമുള്ളൂ. നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ജീവിക്കേണ്ടത് അവളല്ലേ. സാറ് വിളിക്കുന്നു. സാർ ഇരിക്കെ. എന്താന്ന് വെച്ചാൽ വേഗം പറയണം, എനിക്ക് വേറെ ജോലിയുണ്ട്. സാർ, തിരുവോണത്തിന് എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ ഞാൻ വൈഫ് ഹൗസിൽ പോയിരുന്നു. നല്ല കാര്യം. നിങ്ങൾ കോംപ്രമൈസ് ആയില്ലേ? ഇല്ല സാർ, കുട്ടികൾക്ക് ഉടുപ്പും വാങ്ങിപ്പോയ എന്നെ രഘു അവിടെ നിന്ന് അടിച്ചിറക്കി. എൻ്റെ മക്കളെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല സാർ. ആ പരാതി ഇവിടെ എടുക്കില്ല, അവിടുത്തെ സ്റ്റേഷനിൽ തന്നെ കൊടുക്കണം. അതിലെനിക്ക് പരാതിയൊന്നുമില്ല സാർ. പിന്നെ അന്ന് വക്കീലുമായിട്ട് വന്നപ്പോൾ സാറ് അനന്തമാഷിനെ വിളിച്ച് ചിലങ്ക പ്രഗ്നൻ്റ് ആണെന്ന് സമ്മതിക്കുന്ന മൊഴി രേഖപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നല്ലോ. കോടതിയിൽ കൊടുക്കാൻ ആ മൊഴിയുടെ പകർപ്പോ അല്ലെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ റിസൾട്ടോ വേണമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞിരുന്നു. അതിനിപ്പോൾ ഞാൻ അവരെയും കൊണ്ട് വിളിക്കണം. ഞാൻ അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ചിട്ടേ മൊഴി രേഖപ്പെടുത്താൻ പറയാം. താനോടെ പോയിട്ട് പകർപ്പ് മേടിച്ചു. അയ്യോ സാറേ, എന്നെ അങ്ങനെ അങ്ങ് ഒഴിവാക്കല്ലേ. സാറ് മനസ്സ് വെച്ചാൽ എനിക്കെൻ്റെ ഭാര്യയും മക്കളെയും തിരിച്ചു കിട്ടും. മൊഴി തരാൻ മാഷയും മകളെയും ഇങ്ങോട്ട് വിളിപ്പിച്ച് സാറ് അവരോടൊന്ന് സംസാരിക്കണം. ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല സാർ. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അതൊന്നും ഇനി നടക്കില്ലടോ. അവർ തനിക്കെതിരെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞില്ലേ? എന്നാലും അവസാനമായിട്ടൊരു ശ്രമം. അവര് മൊഴി തരാൻ വരുമ്പോൾ സാറ് വെറുതെ ഒന്ന് സംസാരിച്ചാൽ മതി. സാറിൻ്റെ ഒരു വാക്കുകൊണ്ട് എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ. ശരി, ഞാൻ മാഷിനെ ഒന്ന് വിളിക്കാം. അവർക്ക് എന്ന് വരാൻ പറ്റും ചോദിക്കട്ടെ. അവർ വരുന്ന ദിവസം ഞാൻ തന്നെ വിളിക്കാം. അതുപോലെ മതി സാർ, വളരെ നന്ദി. ശരി, എന്നാത്താൻ വിട്ടോ. നമ്മള് വിചാരിക്കുന്ന പോലെയൊന്നും അല്ലൊരു കാര്യങ്ങള്. രഘുവേട്ടൻ ശബരിയുടെ അടുത്ത് സംസാരിച്ചപ്പോ ശബരി എന്തൊക്കെയോ മറച്ചു വെച്ച് സംസാരിക്കുന്നതായി തോന്നിയെന്നാ രഘുവേട്ടൻ അന്ന് എന്നോട് പറഞ്ഞത്. ശബരി രഘുവേട്ടന്റെ മുമ്പില് എന്ത് മറച്ചു വെക്കാനാ?
അവര് പരസ്പരം എല്ലാം തുറന്നു പറയുന്നവരായിരുന്നല്ലോ. എടി അതാ ഞാൻ പറഞ്ഞത്, വിചാരിച്ചതിനപ്പുറമാണ് കാര്യങ്ങളെന്ന്. അല്ലെങ്കിൽ ഇതേപോലെ ശബരി ഇത്ര വാശി കാണിക്കൂ? അവിടെ കറണ്ട് ഇല്ലാതായപ്പോ ഉണ്ടായ പ്രശ്നത്തിന്റെ പേരില് ദയ ഇറങ്ങി വന്നു എന്നല്ലേ രഘുവേട്ടൻ നമ്മളോട് പറഞ്ഞത്? അത് ഇറങ്ങി വരാനുള്ള കാരണം മാത്രമായിരിക്കും അനു. അവരുടെ ഉള്ളിലെ വേറെന്തെങ്കിലുമൊക്കെ പുകയുന്നുണ്ടാവണം. അന്ന് കൊച്ചിന്റെ ചോറൂണ് ചടങ്ങിന് പോയപ്പോ എടി അന്ന് അനിത ദയെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് ഇന്ദ്രന്റെ അമ്മയോട് ദയ കാണിച്ചതും കുറച്ചു കൂടി പോയെന്നാണ് എന്റെ അഭിപ്രായം. ആ, അവൾക്കല്ലെങ്കിൽ എടുത്തുചാട്ടം കുറച്ച് കൂടുതൽ തന്നെയാ. ഇന്ന് അവൾ അച്ഛന്റെ മുമ്പിൽ കാണിച്ചതും ആ സ്വഭാവം തന്നെയല്ലേ? ഇതേ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നില്ല. പണ്ട് ദയയ്ക്ക് നന്ദുവായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അറിഞ്ഞിട്ടും അവളെ ഉപേക്ഷിക്കാതെ അവളെ ചേർത്ത് പിടിച്ചവനാ ശബരി. ശരിക്കും പറഞ്ഞാ അവളെ ജീവിതകാലം മുഴുവനും ശബരിയുടെ ദാസിയെ പോലെ ജീവിക്കണം. അങ്ങനെയുള്ള ഒരുത്തനെയാ നമ്മുടെ അനിയത്തി പുല്ല് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നെ. ശബരി ദയ വേണ്ടെന്നൊരു വാക്ക് പറഞ്ഞാ മറുത്തൊരക്ഷരം നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റുവാനു? ഇല്ല ചേച്ചി, ഇനിയും ദയോട് ക്ഷമിക്കണമെന്ന് നമുക്ക് ആർക്കും ശബരിയോട് പറയാൻ പറ്റില്ല. പക്ഷെ നന്ദുവുമായുള്ള ബന്ധവും ശബരി അതറിഞ്ഞിട്ടും ദയോട് ക്ഷമിച്ച കാര്യമൊന്നും നമ്മുടെ അച്ഛൻ അറിയില്ലല്ലോ ചേച്ചി. അതുകൊണ്ട് അച്ഛൻ ദയയ്ക്ക് വേണ്ടി ശബരിയോട് ക്ഷമ ചോദിക്കും, അവളെ തിരിച്ചു വിളിക്കണമെന്ന് അപേക്ഷിക്കും. അപ്പോ ശബരിക്കെല്ലാം അച്ഛനോട് തുറന്നു പറയേണ്ടി വന്ന ഈശ്വര, അവൾ അവിടം വരെ കൊണ്ടെത്തിക്കോ കാര്യങ്ങള്? സ്വന്തം കുറ്റങ്ങളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും എന്താ ആലോചിക്കാത്തത്? എനിക്കറിയില്ല ചേച്ചി. ശബരിയുടെ ഒറ്റ ചോദ്യത്തിന് മുമ്പില് അവളെ മാത്രമല്ല നമ്മളെല്ലാവരും തലകുനിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ ചേച്ചി. അമ്മ ഇതുവരെ വന്നില്ലല്ലോ. ഏട്ടൻ അമ്മയെ വിളിച്ച് എപ്പോ വരും ചോദിച്ചില്ലേ? അമ്മ ഇന്ന് വരുമായിരിക്കും. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ പിടിച്ചിറക്കിക്കൊണ്ട് വരാൻ. അല്ല, അപ്പൊ അമ്മ ഹർഷയുടെ വീട്ടിൽ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ എന്ന നിലപാടാണോ ഏട്ടന്? അങ്ങനെ ഒരു നിലപാടൊന്നും എനിക്കില്ല. അമ്മയുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അമ്മ ചെയ്യുന്നു. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് അമ്മ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് മക്കൾക്ക് അപമാനം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ അതൊന്ന് വിലക്കണ്ടേ ഏട്ടാ? നമ്മുടെ അമ്മ ഹർഷയുടെ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല ഏട്ടാ. ആളുകൾ ഇതറിയുമ്പോ പലതും പറയും. അമ്മ ഒരു ദിവസത്തേക്കല്ലേ അവിടെ താമസിച്ചുള്ളൂ സോനെ. വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മ വന്നില്ലെങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ. അമ്മ താമസിയാതെ ഇങ്ങ് വരും. അതിനുശേഷം അമ്മ ഏട്ടനും അങ്ങോട്ട് പോവാതിരുന്നാൽ മതി. ഞാൻ ഹർഷയുടെ വീട്ടിൽ പോയി അമ്മ അവിടെ നിർത്തരുതെന്ന് അവളോടും രവിയോടുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ സത്യം ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിടുന്നേ? അമ്മ അവിടെ സ്ഥിരതാമസത്തിന് പോയൊന്നും അല്ലല്ലോ, പിന്നെന്താ? അമ്മ അവിടെ സ്ഥിരതാമസം ആക്കുവേട്ടാ. നമ്മുടെ അമ്മ ഹർഷയുടെ ജോലിക്കാരായിട്ട് നിൽക്കുന്നതാ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത്. അത് ഞാൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അവിടെ പോയതും രവിയെ കണ്ടതും. രവിക്ക് ഇതിൽ എന്ത് റോളാ സത്യ? അവൻ പറഞ്ഞിട്ടാണോ നമ്മുടെ അമ്മ അവിടെ പോയത്? അല്ല, അവൻ അവിടെ ഒരു റോളും ഇല്ലെന്ന് എനിക്ക് അവിടെ പോയപ്പോൾ തന്നെ മനസ്സിലായി. അവിടെ എല്ലാം തീരുമാനിക്കുന്നത് ഹർഷയല്ലേ. അവളും നമ്മുടെ അമ്മയും ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. അത് ഏട്ടനും കൂടി അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനൊരു കാര്യം പറയാം. ഹർഷയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം അത് ഏട്ടന്റെ തലയെ കെട്ടിവെക്കാനാ ഹർഷ അമ്മയും കൂടി ശ്രമിക്കുന്നത്. ഏട്ടനത് കണ്ടില്ലെന്നും അറിഞ്ഞില്ലെന്നും നടിച്ചാ ആ പാവ രവിയുടെ ശാപം കൂടി ഈ കുടുംബത്തിന്റെ തലയെ വീഴും. ഹർഷയ്ക്കൊരു കുഞ്ഞു ജനിക്കുന്നതിനെ അത്ര പ്രതീക്ഷയോടെ അവൻ കാത്തു നിൽക്കുന്നത്. എന്തിനാ ഏട്ടാ രണ്ട് കുടുംബങ്ങളെ തകർക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് നേരെ ഇങ്ങനെ ഏട്ടൻ കണ്ണടച്ചു കൊടുക്കുന്നത്? എടാ മതി, നിർത്ത്. ഒരു കുടുംബവും തകർക്കാൻ ഇന്ദ്രൻ കൂട്ടു നിൽക്കില്ല. ഒന്നും തകരാതിരിക്കാനേ ഞാൻ എന്താ ചെയ്തിട്ടുള്ളൂ. നിനക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എനിക്ക് ഏട്ടനെ വിശ്വാസക്കുറവൊന്നുമില്ല. ഒന്നും തകരില്ലെന്ന് ഏട്ടൻ ഉറപ്പുണ്ടെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല. ഏട്ടൻ കഴിക്ക്, എനിക്ക് മതിയായി. കഴിക്കേട്ടാ.
എടാ എന്റെ അന്നം മുട്ടിച്ചിട്ട് നീ ഇവിടെ വന്നിരുന്ന് മൂക്കുമുട്ട തിന്നുവായിരുന്നല്ലടാ. പിന്നെ എനിക്ക് ആഹാരം കഴിക്കണ്ടേ? അമ്മയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ സോനോട് പറ, അവള് വന്ന് വിളമ്പി തരും. എനിക്കാരുടെ ഓശാരം ഒന്നും വേണ്ടടാ. പണ്ട് തൊട്ടേ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന ആഹാരം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അതെന്തിനാ ഇവിടെ അമ്മ രണ്ടടുപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഒന്നിൽ അമ്മ സ്വയം ഉണ്ടാക്കി കഴിച്ചോ. ഡാ മതിയടാ. നിന്റെ ഒരു പരിഹാസം. ഹർഷയുടെ വീട്ടിലെ ഞാൻ ശമ്പളത്തിനാ ജോലി ചെയ്തത്. അതാ നീ അവിടെ കയറി വന്ന് ഇല്ലാതാക്കിയത്. അല്ല, അതുപോലെ അമ്മ എന്നോടും ചെയ്തിട്ടുണ്ടല്ലോ. സച്ചി സാറിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നതേ അത് അമ്മ കാരണമല്ലേ. ഓ, അപ്പൊ നീ എന്നോട് പകരം വീട്ടിയതല്ലേ? എങ്കിലതൊന്നും കാണണമല്ലോടാ. ഇതേ എന്റെ വീടാ.